ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഒരു പോർക്ക് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാനിവിടെ 1 kg പോർക്ക് കൊണ്ടാണ് കറി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ നല്ല രീതിയിൽ ഞാനത് കഴുകി വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകുമ്പോൾ നല്ല രീതിയിൽ ഉപ്പിട്ടിട്ട് തന്നെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെയ്യും ചോരയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അങ്ങനെ കഴുകി വെള്ളം പോയ പോർക്ക് കുക്കറിലോട്ട് മാറ്റാം. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ അത് നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മസാല എല്ലാം കൂടെ നല്ല രീതിയിൽ അതിനകത്ത് പിടിക്കും. എന്നിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടൊരു 3 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കണം. അത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അടുത്ത മസാല ഒക്കെ റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. കാര്യം ഈ പോർക്ക് വെന്ത് വരുമ്പോൾ തന്നെ അതിൽ നിന്ന് നല്ല രീതിയിൽ നെയ്യ് ഇറങ്ങും. അപ്പോൾ കടുക് ആദ്യമേ ഇട്ടു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. ആദ്യമേ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കാറ്, ഉള്ളി ചേർക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ നല്ല രീതിയിൽ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനാണ് ഞാൻ സവാള ചേർക്കാറ്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു 4 സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്താണ് എടുത്തേക്കുന്നത്. ഇതിലോട്ട് തന്നെ നമുക്ക് 2-3 പച്ചമുളകും കൂടെ കീറിയിടാം. 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉള്ളി വാടാൻ വേണ്ടിയുള്ള ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിതിനെ ഇളക്കിയെടുക്കാം. ഗൈസ്, കടുക് വറുത്തപ്പോൾ ഞാൻ ഉണക്കമുളക് ചേർക്കാൻ മറന്നുപോയി. നിങ്ങൾ എന്തായാലും മറക്കണ്ട. കടുക് വറുക്കാൻ നേരം 2-3 ഉണക്കമുളക് കൂടി ചേർക്കാം. അപ്പോഴത്തേന് നമുക്ക് ഇനി അരപ്പിനകത്ത് ചേർക്കാൻ വേണ്ടിയുള്ള പൊടി ഐറ്റംസ് അപ്പോഴത്തേന് എടുത്ത് വെക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് മീറ്റ് മസാല ഉള്ളത് അത്രയും തട്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ 2 ടീസ്പൂൺ മുളക് പൊടി, 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഇവിടെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. സവാളയൊക്കെ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മൾ എടുത്ത് വെച്ച മസാലയൊക്കെ ഉള്ളിക്കകത്തോട്ട് ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. മസാല ഇടുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി മസാല ചേർക്കാൻ വേണ്ടി. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ല രീതിയിൽ നമുക്കതിനൊന്ന് ഇളക്കിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറുമ്പോഴത്തേനും നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളുടെ മസാലയിലോട്ട് ചേർത്ത് അതിനെ നല്ല രീതിയിൽ ഇളക്കി എടുക്കാം. ഇളക്കി ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് തന്നെ നമുക്കതിനെ വേവിച്ചെടുക്കാം. തക്കാളിയും എല്ലാം മസാല അടിപൊളിയായിട്ടെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേന് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച പോർക്ക് ഇതിനകത്തോട്ട് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതിനകത്ത് നിന്ന് തന്നെ നല്ല രീതിയിൽ നെയ്യ് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളി വഴറ്റുന്ന സമയത്താണെങ്കിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് എണ്ണ മാത്രം ചേർത്താൽ മതി. കറിക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് വീണ്ടും ഇളക്കി 2 മിനിറ്റ് നേരം അടച്ച് വെച്ച് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടിപൊളി പോർക്ക് കറി റെഡിയാകും. ലാസ്റ്റായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അപ്പം കറിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ എടുത്തിങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് ഇത് വീണ്ടും കുറച്ചും കൂടി ചേർക്കുന്നത്. ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്താൽ മതി. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. ഞാനിവിടെ കോമ്പിനേഷനായിട്ട് എടുത്തേക്കുന്ന പൊറോട്ടയാണ്. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. എന്തെങ്കിലും റെസിപ്പിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.